ഹലോ, എല്ലാവർക്കും കുക്കു ത്രീനിയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ മത്തിക്കറിയൊക്കെ മുളകിട്ട് വെക്കാറുണ്ടല്ലേ? ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് മാങ്ങ ഇട്ട് വെച്ചൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1/2 കിലോ മത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ മീനിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും കൂടെ ഈ മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പകുതി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡും ഒരു പകുതി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ എണ്ണ നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കറി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ. അതായത് 3 മീഡിയം സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 5 പച്ചമുളകാണ് കീറിയെടുത്ത് വെച്ചിട്ടുള്ളത്. മീൻ മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് മുമ്പോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങയ്ക്ക് പ്രത്യേകിച്ചൊരു അളവൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയായിരുന്നു എടുത്തിരുന്നത്, ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ. അപ്പം നിങ്ങൾ എടുക്കുമ്പം മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ മാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ കറിയിലേക്ക് ഇത് നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരും. ഇനി വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2ാം പാല്, അതായത് തിൻ കോക്കനട്ട് മിൽക്ക്, അതൊരു 1.5 കപ്പും 1ാം പാല്, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാല് 1/2 കപ്പുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പുതിയ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ബാക്കി എണ്ണ നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ഉണ്ടല്ലോ, അത് അരിച്ചെടുത്തുമാണ് ചേർക്കുന്നത്. മീൻ വറുത്ത എണ്ണ തന്നെ ഇതിലേക്ക് ചേർക്കുമ്പം നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. പിന്നെ അങ്ങനെ നമ്മളത് റീയൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ എണ്ണ ചേർത്താൽ മതി. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ് കറിവേപ്പില. നാടൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഈ സവാളയൊക്കെ ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ മീനിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാം കൂടെ വരുമ്പം ഉപ്പ് കൂടി പോകരുത്.
ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് ഈ സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ എണ്ണയിൽ കിടന്ന് മൂത്ത് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളാണ്. ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം തീ നമ്മൾ ഓൾറെഡി ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ആ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. മാങ്ങയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങാനില്ല. അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പം ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞ് 2ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം കറിയുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും. കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് വരെ 2ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് ഈ കറി നന്നായിട്ട് തിളപ്പിക്കണം. കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും പകുതി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മതിയാവും മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൂടിയൊന്ന് തുറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പും പുളിയും എരിവും ഒക്കെ കണക്കാണോ എന്ന്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പുളി കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് പുളി ഒരു അല്പം മുമ്പോട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ മീനിലേക്കൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് പാകത്തിനുള്ള പുളി കിട്ടുള്ളൂ. അല്പം മാത്രമേ മുമ്പോട്ട് നിൽക്കാവുള്ളൂ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ പോവും. ഇനി ഈ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരിക്കലും സ്പൂണിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മത്തിയൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. മീനൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതായത് ഈ തേങ്ങാപ്പാൽ കറിയുടെ എല്ലായിടത്തേക്കും ആകുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടുക മാത്രമേ വേണ്ടുള്ളൂ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല കേട്ടോ, ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതിനു മുമ്പ് ഞാൻ മത്തി ഉപയോഗിച്ച് തന്നെ പ്രഷർ കുക്കർ മത്തിക്കറി എന്നും പറഞ്ഞൊരു റെസിപ്പി ഇട്ടിരുന്നു. അതും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.